ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ക്രൊയേഷ്യയിലെ ഓൾഡ് ടൗൺ. ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടാണ് ഈ ഓൾഡ് ടൗൺ കണ്ടുപിടിച്ചത്. ഇതെങ്ങനെയുള്ളതാണ് എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഒരു നഗരത്തിൻ്റെ അവശിഷ്ടമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒരു ചെറിയ കുന്ന്, ചുറ്റുമുള്ള ഒരു നടവഴി, അവിടെയാണെങ്കിൽ മരങ്ങളാൽ മൂടിക്കിടക്കുന്നു. ഒരു ഭയാനകമായ അന്തരീക്ഷമാണ് കാണുന്നത്. കാരണം ആരുമില്ലാത്തൊരു സ്ഥലം. ഇവിടെ എന്താണെന്ന് പോലും അറിയാതെയാണ് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ വന്നത്. ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് ഇവിടേക്ക് പോയത്. ഞങ്ങളല്ലാതെ ഇവിടെ വേറെ ആരെയും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്, അങ്ങോട്ട് നമുക്ക് പോവാം. ഇതാണ് പണ്ട് കാലത്തെ ഓൾഡ് ടൗണിൻ്റെ ചിത്രം. ഇവിടെ ഒരുപാട് പേര് കൂടി താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ചിത്രങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റാരിഗ്രാഡ് സ്വിസ്റ്റ്ഗ്രാഡ് എന്ന പ്രദേശമാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട് ഇന്ന്. ഇവിടുത്തെ ചരിത്രമായിരിക്കും ഇവിടെ എഴുതി വച്ചിരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. പണ്ട് ഇങ്ങനെയായിരുന്ന ഈ സ്ഥലം ഇപ്പോൾ കാലഹരണപ്പെട്ട് ഈ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു ഓൾഡ് ടൗണിൻ്റെ ഉൾവശം. അത് കഴിഞ്ഞ് പോകുമ്പോൾ ഇരിപ്പിടങ്ങൾ കാണാം. ആളുകൾ ഈ സ്ഥലം കാണാൻ വരുന്നുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലായി. ഈ ഒരു സ്ഥലം സംരക്ഷിക്കുന്നതിനായി ആരെയും ഇവിടെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടായിരിക്കും ഇത്രയും മനോഹരമായൊരു സ്ഥലം ഇങ്ങനെയായി കിടക്കുന്നത്. അങ്ങനെ നമ്മൾ ചിത്രത്തിൽ കണ്ട സ്ഥലത്തെത്തി. മുഴുവനായി പൊളിഞ്ഞു കിടക്കുന്ന ചുറ്റുമതിലും കെട്ടിടവും ഇവിടെ പണ്ട് യുദ്ധകാലത്ത് തകർന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ മാർക്കിങ്ങുകളെല്ലാം കാണാൻ കഴിയും. മുൻപ് നമ്മൾ ചിത്രത്തിൽ കണ്ട കോട്ടയാണ് ഇന്ന് ഈ നിലയിൽ കിടക്കുന്നത്. വീണ്ടും അതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. മെഡ്വെഡ്നിക്ക പർവ്വതത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നശിച്ച കോട്ടയാണ് ഇവിടെ. കർഷക കലാപം, കുപ്രസിദ്ധ ഫ്യൂഡൽ പ്രഭു ഫ്രാഞ്ചോ താഹിയുടെ എസ്റ്റേറ്റ് എന്ന നിലയിലും ഈ കോട്ട ക്രൊയേഷ്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1565 ഉർസുല ആദ്യം 800ഓളം പ്രാദേശിക കർഷകരുടെ ഒരു സൈന്യത്തെ ശേഖരിച്ച് താഹിയുടെ കുടുംബത്തെ ആ പ്രദേശത്തു നിന്നും പുറത്താക്കി. അതുവരെ ഈ കൊട്ടാരം ഭരിച്ചിരുന്നത് താഹിയായിരുന്നു. അതിനുശേഷം ക്രൊയേഷ്യൻ നിരോധനം ഏർപ്പെടുത്തിയ പീറ്റർ എൻഡോഡി അവളെ ശിക്ഷിക്കാൻ ക്രൊയേഷ്യൻ നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ ഉർസുലയും സഖ്യകക്ഷികളും വീണ്ടും 3000 ശക്തമായ കർഷക സൈന്യത്തെ ശേഖരിച്ച് വർഷം 1565 ജൂലൈയിൽ സ്വിസ്റ്റ്ഗ്രാഡ് യുദ്ധത്തിന് ക്രൊയേഷ്യൻ നിരോധന സൈന്യത്തെ പരാജയപ്പെടുത്തി. തുടർന്ന് പ്രശ്നം ക്രൊയേഷ്യൻ പാർലമെന്റിലേക്ക് മാറി. അവർ ഉർസുലയ്ക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. അതേസമയം കേസ് പരിഹരിക്കുന്നതുവരെ റോയൽ ചേംബർ അവളുടെ സ്വത്തുകൾ കണ്ടുകെട്ടി. അതേസമയം അടുത്ത വർഷം താഹിയെ തിരികെ കൊണ്ടും വന്നു. ഉർസുലയ്ക്കൊപ്പം പോരാടിയ പ്രാദേശിക കർഷകരോട് പ്രതികാരം ചെയ്യാൻ തുടങ്ങി. ഇത് ഒടുവിൽ 1573 ക്രൊയേഷ്യൻ സ്ലോവേൻ കർഷക കലാപം വഷളായി. താവ, ക്രാപ്പിന നദികളുടെ വ്യാപാര പാതകളുടെ കപ്പലുകളെ സംരക്ഷിക്കുന്ന ഒരു തന്ത്രപ്രധാനമായ ശക്തികേന്ദ്രമായിരുന്നു ഇവിടം. ചരിത്രപരമായ സുപ്രധാന വ്യാപാര ജലപാതകളെ നിയന്ത്രിച്ചത് ഈ കോട്ടയാണ്. സാഗ്രബിൽ നിന്ന് സ്ലൊവേനിയയിലേക്കുള്ള പഴയ റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
ഹംഗറിയിലെ രാജാവായ ചാൾസ് ഒന്നാമൻ്റെ ചാർട്ടറിൽ ഇത് അദ്ദേഹത്തിൻ്റെ സ്വത്തായി പരാമർശിക്കപ്പെട്ടിരുന്നു. 1343 വരെ ഈ കൊട്ടാരം ഒരു രാജകീയ സ്വത്തായിരുന്നു. ഇത് മഹാനായ ലൂയിസ് മൂന്നാമന് അതിനുശേഷം കൈമാറി. ഞങ്ങൾ വേറെന്തോ പ്രതീക്ഷിച്ച് വന്നതാണെങ്കിലും ചരിത്രപ്രധാനമായ ഒരു അവശിഷ്ടം കണ്ട് മടങ്ങുകയാണ്.